ഏറ്റവും അവസാന ലാപ്പിലേക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടക്കുന്നു. ബോട്ട് ജെട്ടി ഭാഗത്ത് നമ്മുടെ റിപ്പോർട്ടർ എസ് രാഗിനുണ്ട്. അതോടൊപ്പം തന്നെ ലോ കോളേജിന്റെ ഭാഗത്ത് റിയ ബേബിയുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാമറകൾക്ക് മുന്നിലേക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവസാന ലാപ്പിൽ കടന്നു വരാനിരിക്കുന്നത്. അവിടെ വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുള്ളത്. നേരത്തെ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന ഘട്ടം മുതൽ വലിയ ആവേശമായിരുന്നു പ്രവർത്തകർക്കുണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ആവേശം അണപൊട്ടി ഒഴുകുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു നിമിഷം വാഹനത്തിനുള്ളിൽ നിന്ന ശേഷമാണ് പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. SPG ഉദ്യോഗസ്ഥർ അതിനിടയിൽ തുറന്ന വാഹനത്തിൽ കയറി സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചു. ഒടുവിൽ പ്രധാനമന്ത്രി ആ വാഹനത്തിലേക്ക് പ്രവേശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനൊപ്പം കൂടി നിന്നിരുന്ന BJP പ്രവർത്തകരെ കൈവീശി കാണിച്ചുകൊണ്ട് റോഡിനിരുവശവും നിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തന്റെ ഇരു കൈകളും വീശി എന്താണോ വടക്കുന്നാഥന്റെ മണ്ണിൽ സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ എങ്ങനെ ആവേശം കൊണ്ട് മുന്നോട്ട് പോയോ അതുപോലെ തന്നെയാണ് കൊച്ചിയുടെ രാജവീതിയിലൂടെയും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബില്ലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ബോട്ട് ജെട്ടി, ലോ കോളേജ് ജംഗ്ഷൻ, അങ്ങനെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ തന്നെ പിന്നിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി കഷ്ടിച്ച് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട പോയിന്റ് പിന്നിട്ട് റോഡ് ഷോ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ. രാഗിൻ കൂടി ചേരുന്നുണ്ട്. രാഗിൻ, അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇനി 5 മിനിറ്റ് മാത്രമേ ദൈർഘ്യമുള്ളൂ എന്നാണ് ബിനിൽ വിവരിച്ചത്. എത്രത്തോളം ആവേശം അണികളുടെ ഭാഗത്തുനിന്ന്, പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ പ്രധാനമന്ത്രിയോട് കാട്ടുന്നുണ്ട്, അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഊഷ്മള സ്വീകരണം പുരോഗമിക്കുന്നത്? പ്രജീഷ്, വലിയ ആവേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ആഘോഷ രാത്രിയാണ്. അവരവരുടെ നേതാവിനെ ഊഷ്മളമായി തന്നെ സ്വീകരിക്കുകയാണ്. കയ്യിൽ പുഷ്പവുമേന്തിക്കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുകയാണ് BJP പ്രവർത്തകർ ഒന്നാകെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ഒപ്പമുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചുറ്റി അവസാന ലാപ്പിലേക്ക് ഈ റോഡ് ഷോ എത്തുന്നു. അതായത് ബോട്ട് ജെട്ടി ഭാഗത്തേക്ക് റോഡ് ഷോ എത്തുന്നു. ഈ റോഡിന് ഇരുവശവുമുള്ള BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വലിയ തോതിൽ തന്നെ സ്വീകരിക്കുന്നു. 2000 കിലോയോളം പുഷ്പങ്ങളാണ് നേരത്തെ എത്തിച്ചത്. ആ പുഷ്പങ്ങളൊക്കെ അവർ അദ്ദേഹത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് വലിയ ഊഷ്മളമായിട്ടുള്ള സ്വീകരണങ്ങൾ അദ്ദേഹത്തിന് BJP പ്രവർത്തകർ ഒരുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ്, BJPയുടെ ഏറ്റവും വലിയ പരമോന്നത നേതാവ്, BJPയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഊഷ്മളമായി തന്നെ BJP പ്രവർത്തകർ സ്വീകരിക്കുന്നു. വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ആ സ്വീകരണം BJP കെങ്കേമമാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഒരു ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് BJPക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ലക്ഷ്യം, കേരളത്തിൽ മുന്നോട്ട് വരിക ഉൾപ്പെടെയുള്ള ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോ, ആ റോഡ് ഷോ ഗംഭീരമാക്കുകയാണ്. ഇതാ ആ വീതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP പ്രവർത്തകർ കഴിഞ്ഞ ഉച്ച മുതൽ അവർ കാത്തു നിൽക്കുകയാണ് അവരുടെ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. വന്ദേ മാതരം വിളികളുമായും മോദിക്ക് ജയ് വിളികളുമായും ജയ് ശ്രീറാം വിളികളുമായും BJP പ്രവർത്തകർ ഉൾപ്പെടെ ഈ റോഡിന് ഇരുവശവും കാത്തു നിൽക്കുകയായിരുന്നു. വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളുമായി അവർ അവരുടെ നേതാവിനെ സ്വീകരിക്കുകയാണ്. കയ്യിൽ കുങ്കുമഹരിത പതാകയുമായി, കയ്യിൽ പുഷ്പവുമായി അവരവരുടെ നേതാവിനെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് എത്തുന്നു. ഈ റോഡിലൂടെ ഏറ്റവും വളരെ ഒരു ദീർഘമായിട്ടുള്ള ആ റോഡിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ എല്ലാ പ്രവർത്തകരെയും കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് നീളുന്നു. റോഡ് ഷോ അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നു. ഈ ഒരു വലിയ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ വീതിയൊരുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി അതിന്റെ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും കേരളം ഇപ്പോൾ തന്നെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫീൽഡിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടക്കം കുറിക്കുന്നു. തൃശ്ശൂരിൽ റോഡ് ഷോ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ
കൊച്ചിയിൽ നേരത്തെ റോഡ് ഷോ കണ്ടിരുന്നു. ആ റോഡ് ഷോയ്ക്കൊക്കെ വ്യത്യസ്തമായി രാത്രിയിലാണ് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്നത്. റോഡിന് ഇരുവശവും തിങ്ങി നിന്ന ജനക്കൂട്ടം അദ്ദേഹത്തെ ആർപ്പ് വിളികളോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളുമായും അങ്ങനെ വന്ദേ മാതരം വിളികളുമായും അവരുടെ നേതാവിനെ സ്വീകരിക്കുന്നു. ഇതാ ആ റോഡിലൂടെ ഈ റോഡ് ഷോയുടെ അവസാന ലാപ്പിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏവരെയും കൈവീശിക്കാട്ടി പ്രധാനമന്ത്രി മുന്നോട്ട് നീങ്ങുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം തന്നെ 2ാം തവണയാണ് അവരുടെ ഏറ്റവും വലിയ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. കൊച്ചിയിലെ പൗരാവലിയും പ്രധാനമന്ത്രിയെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ BJP ഈ ഒരു പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആഘോഷമാക്കുകയാണ്. 2ാം തവണയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് ഈ മാസം തന്നെ എത്തുന്നത്. ഈ വരവിൽ തൃപ്രയാർ ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ക്ഷേത്ര ദർശനം, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുൻപിൽ അകമ്പടി വാഹനങ്ങൾ, തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ റോഡിന് ഇരുവശങ്ങളിലും BJP പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കുട്ടികളും അതോടൊപ്പം തന്നെ മഹിളാ മോർച്ച പ്രവർത്തകരും ഉൾപ്പെടെ ഈ 2 മണിക്ക് സമയം തൊട്ട് തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഇതാ നമ്മുടെ ബോട്ട് ജെട്ടിക്ക് മുന്നിൽ, ആ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നു. പ്രധാനമന്ത്രിയെ ആർപ്പ് വിളികളോടെ, ജയ് വിളികളോടെ സ്വീകരിക്കുന്നു. വന്ദേ മാതരം വിളികൾ നമുക്കിവിടെ കേൾക്കാം, ജയ് ശ്രീറാം വിളികൾ നമുക്കിവിടെ കേൾക്കാം. അങ്ങനെ പ്രധാനമന്ത്രിയെ ഊഷ്മളമായി തന്നെ BJP പ്രവർത്തകർ ഒന്നടങ്കം സ്വീകരിക്കുന്ന കാഴ്ച ഇവിടെ കാണാൻ കഴിയുകയാണ്. ഈ കാഴ്ച എന്ന് പറയുന്നത് വരുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അതിൻ്റെ ഒരു കേളികൊട്ടാണ്. ആ കേളികൊട്ടിൽ BJP വലിയ ലക്ഷ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ആ ലക്ഷ്യം സാർത്ഥകമാകണമെങ്കിൽ അതിനുള്ള പ്രവർത്തന മുന്നോട്ട് നീക്കണം. അതിനുള്ള പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്തായാലും ഈ ഒരു യാത്രയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും. നാളെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകളും വളരെ സുപ്രധാനമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ അലയടിക്കുന്ന ശബ്ദം ജയ്വിളികളാണ്. മോദിക്ക് ജയ് വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കയ്യിൽ കുങ്കുമഹരിത പതാകയുമായി, കയ്യിൽ പുഷ്പങ്ങളുമായി പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു. BJP യുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ക്രൗഡ് പുളർ എന്ന് പറയാൻ കഴിയുന്ന നേതാവ്, ആ നേതാവിനെ അവർ സ്വീകരിക്കുകയാണ്. ഇത് 2ാം തവണ ജനുവരി 3-ന് വന്നു. ഇപ്പോൾ ഇതാ ജനുവരി 16-ന് വീണ്ടും കൊച്ചിയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണം BJP നേതാക്കൾ, BJP പ്രവർത്തകർ ഒന്നടങ്കം ഒരുക്കുന്നു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തുന്നു, അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഇതാ കടന്നു വരുന്നു. അങ്ങനെ ഏവരെയും കൈവീശി കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുകയാണ്. ഈ റോഡിന് ഇരുവശവും വലിയ തോതിലുള്ള ദീപാലങ്കൃതമായി അലങ്കരിച്ചിട്ടുണ്ട്. ആ അലങ്കൃതമായിട്ടുള്ള വഴികളിലൂടെ പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ നീങ്ങുന്നു. നേരത്തെ അഹമ്മദാബാദിലും അയോധ്യയിലും അടക്കം പ്രധാനമന്ത്രിയുടെ രാത്രിയിലുള്ള റോഡ് ഷോ കണ്ടിട്ടുണ്ട്. കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. നേരത്തെ പകൽ സമയങ്ങളിൽ റോഡ് ഷോ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് വന്ദേ മാതരം വിളികളുമായി പ്രവർത്തകർ ഒന്നടങ്കം ഈ വീതിക്ക് ഇരുവശങ്ങളിൽ നിന്നും പ്രവർത്തകരെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. പ്രധാനമന്ത്രി ഏവരെയും കൈവീശി കാണിച്ച് ഏവരെയും അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു. ആ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിലും അദ്ദേഹം റോഡിന് അല്ലെങ്കിൽ വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങിയില്ല. വാഹനത്തിൽ നിന്നുകൊണ്ട് ഏവരെയും കൈവീശി കാണിച്ച് മുന്നോട്ട് പോവുകയാണ്. ജയ് ശ്രീറാം വിളികളടക്കം ഇവർ ഉയരുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. ഈ അടുത്ത ദിവസം തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനത്തിന് പോകുന്നു. അങ്ങനെ ഒട്ടനവധി പ്രാധാന്യങ്ങൾ ഈ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പ്രധാനമന്ത്രി ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു. ആ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മുകളിലേക്ക് അദ്ദേഹത്തെ ഊഷ്മളമായ രീതിയിൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് സ്വീകരിച്ച് പ്രവർത്തകർ അദ്ദേഹത്തിന് ഗംഭീര വരവേൽപ്പ് തന്നെ ഇവിടെ ഒരുക്കുകയാണ്. കെ സുരേന്ദ്രനുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി. ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ നേതാക്കൾ മുന്നോട്ട് നീങ്ങുന്നു. ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയും മുന്നോട്ട് പോകുന്നു. എന്തായാലും സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ അവരുടെ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങുന്നു. റോഡ് ഷോയുടെ അവസാന ലാപ്പിലേക്ക് ഈ കാര്യങ്ങൾ എത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം തങ്ങുക എറണാകുളം ഗസ്റ്റ് ഹൗസിലായിരിക്കും.